ഹലോ ഗൈസ്, ചന്ദ്രകാന്തം ഒരു അടിപൊളി പ്രൊമോ, സിനിമയെ പോലും വെല്ലുന്ന പ്രൊമോയാണ് കൂട്ടുകാരെ. ഒരു രക്ഷയില്ലാട്ടോ. നമ്മുടെ നിർമ്മൽ സഹി കെട്ടിട്ട് നമ്മുടെ ഗൗതമിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങളുടെ ചോരയാണ് ഗൗരിമോൾ എന്നൊരു രഹസ്യം കേട്ടോ. ഇത് അറിഞ്ഞ പാടെ നമ്മുടെ ഗൗതം നമ്മുടെ നന്ദയുടെ ഗൗരിമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ ബസ്സിൽ കയറി ഇരിക്കുമായിരിക്കും നാട്ടിലേക്ക് തിരികെ പോകാൻ വേണ്ടി. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ നന്ദയുടെ ആ ഒരു അനുവാദം പോലും ചോദിക്കാതെ നമ്മുടെ ഗൗരിമോൾ ഉറക്കത്തിലായിരിക്കും കേട്ടോ ബസ്സിൽ വെച്ച്. ഗൗരിമോളെ എടുത്തിട്ട് നമ്മുടെ ഗൗതം നമ്മുടെ ഇന്ദീവരത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ ഒരു തന്റെ ചോര തന്നെയാണ് ഗൗരിമോൾ എന്നൊരു രഹസ്യം ഇന്ദീവരം കുടുംബക്കാരെ മൊത്തം നമ്മുടെ ഗൗതം അറിയിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ നന്ദുമോന്റെയും ഗൗരിമോളുടെ ഒപ്പം നമ്മുടെ ഗൗതം കിടക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നന്ദുമോൻ ഭയങ്കര ഹാപ്പി, ഗൗരിയല്ലേ കിട്ടിയിരിക്കുന്നത്, നന്ദുമോന് വേറെ പിന്നെ എന്ത് വേണം അല്ലെ. പിന്നീട് നമ്മുടെ നന്ദ ഒരു കൂട്ടം പോലീസായിട്ട് വന്ന് നമ്മുടെ ഇന്ദീവരം വീട്ടിൽ വന്ന് കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗൗതം ഈ ഒരു കാര്യം എല്ലാവരോടും തുറന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ പിങ്കിയും അറിയുന്നത്. പിങ്കി ഇത് കേട്ടപാടെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് പിങ്കിയും പ്രതിസന്ധിയിലാകുന്ന ഒരു നിമിഷം തന്നെയാണ് അല്ലെ. ഇതുവരേക്കും ഗൗതം തൻ്റേത് മാത്രമാണെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ പിങ്കിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഗൗരിമോൾ ഗൗതമിന്റെ ചോരയാണെന്ന് അറിയുമ്പോൾ ഇനി നന്ദയാകുമോ നമ്മുടെ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ കിടപ്പുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മുടെ പിങ്കിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ഒരു സത്യം നമ്മുടെ ഗൗതം അറിഞ്ഞു എന്ന് അറിയുമ്പോൾ നമ്മുടെ നന്ദ ഞെട്ടി നിൽക്കുന്നുണ്ട്. ആകപ്പാടെ ഞെട്ടലോട് ഞെട്ടൽ. ഇതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ പിങ്കി നമ്മുടെ ലക്ഷ്മി അമ്മയെ കെട്ടിപ്പിടിച്ച ഒരു കരച്ചിലുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പിങ്കി ഇത്രയും ദിവസം തന്റെ മാത്രമാണ് ഗൗതം എന്നുള്ള ഒരു വിചാരത്തിൽ ഇരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ഇനി നമ്മുടെ ഗൗതമിന്റെ മനസ്സ് എങ്ങോട്ട് വേണമെങ്കിലും ചായാം എന്ന് നമ്മുടെ പിങ്കിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഏറ്റവും ഒടുവിൽ നമ്മുടെ നന്ദ ജയിലിൽ കിടക്കുന്ന ഒരു രംഗം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഇനി കള്ളക്കേസിൽ കുടുക്കിയതാണോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത്. മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.